നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കാൻ നിയമം പഠിച്ചവരും അത് നടപ്പിലാക്കുന്നവരും ബാധ്യസ്ഥരാണ്. എന്നാൽ സാക്ഷാൽ ഹൈക്കോടതിയുടെ മൂക്കിന് താഴെ അഭിഭാഷകർ ചേർന്ന് നടത്തുന്ന ഒരു സൊസൈറ്റി പുറത്തിറക്കിയ ഡയറിയിൽ ഭാരതത്തിന്റെ ഭൂപടം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അത് നമ്മുടെ ഈ ജമ്മു കശ്മീരും ലഡാക്കും ഇല്ലാത്ത ഒരു ഇന്ത്യയുടെ മാപ്പാണത്. ഇത് വെറും ഒരു അച്ചടിപ്പിശകാണോ അതോ രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയോ? പരിശോധിക്കാം. കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകരുടെ സഹകരണ സംഘം കഴിഞ്ഞ ദിവസമാണ് അംഗങ്ങൾക്കായി വാർഷിക ഡയറി വിതരണം ചെയ്തത്. ഡയറിയുടെ 66-ാം പേജിലെത്തിയപ്പോൾ അംഗങ്ങൾ കണ്ട കാഴ്ച അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഭാരതത്തിന്റെ കിരീടമായ ജമ്മു കശ്മീരും ലഡാക്കും ആ ഭൂപടത്തിൽ ഇന്ത്യയുടെ ഭാഗമല്ല. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം വർണ്ണാഭമായി ഇന്ത്യയുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ അതിർത്തിയിലെ ഈ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളെ മാത്രം കറുത്ത കുത്തുകളിട്ട് മാറ്റി നിർത്തിയിരിക്കുന്നു. പാകിസ്ഥാൻ പലപ്പോഴും അന്താരാഷ്ട്ര വേദികളിൽ ഉയർത്താറുള്ള വികലമായ ഭൂപടത്തിന് സമാനമാണിത്. ഏറ്റവും വലിയ വൈരുദ്ധ്യമായിട്ടാണ് തോന്നുന്നത്. നിയമം വ്യാഖ്യാനിക്കുന്നവർ അംഗങ്ങളായ ഒരു സൊസൈറ്റിയിൽ നിന്ന് ഇത്തരമൊരു വീഴ്ച സംഭവിക്കാമോ? സംഭവം പുറത്തറിഞ്ഞതോടെ സൊസൈറ്റി പ്രതിരോധത്തിലായി. ഉടൻ തന്നെ ഡയറിയിലെ 66-ാം പേജ് കീറിക്കളഞ്ഞ് തടിയൂരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ നിയമം അവിടെ അവസാനിക്കുന്നില്ല. കേന്ദ്ര സർക്കാർ അഭിഭാഷകനായ ആർ പ്രശാന്ത് കുമാർ ഇതിനോടകം തന്നെ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞു. രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഭൂപടം പ്രസിദ്ധീകരിക്കുന്നത് അതീവ ഗുരുതരമായ കുറ്റമാണ്. BNS അനുസരിച്ചും ഇന്ത്യയുടെ അതിർത്തികളിലെ തെറ്റായി ചിത്രീകരിക്കുന്നത് തടയുന്ന 1961 ക്രിമിനൽ നിയമ ഭേദഗതി അനുസരിച്ചും കേസെടുക്കണമെന്നാണ് ആവശ്യം. ഒരു സാധാരണക്കാരൻ പോലുമല്ലാത്ത നിയമം കൈകാര്യം ചെയ്യുന്നവരുടെ ഈ നീക്കം ബോധപൂർവമാണോ അതോ അശ്രദ്ധയാണോ എന്നത് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ മാപ്പ് എന്നത് വെറുമൊരു ചിത്രമല്ല. ലക്ഷക്കണക്കിന് ജവാന്മാർ അതിർത്തിയിൽ കാവൽ നിന്ന് സംരക്ഷിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ ആത്മാഭിമാനമാണ്. കശ്മീരും ലഡാക്കും ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ഓരോ ഇന്ത്യക്കാരനും വിശ്വസിക്കുന്നു. അവിടെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന ഇത്തരമൊരു ഗുരുതരമായ തെറ്റ് വരുത്തിയിരിക്കുന്നത്. ഡയറികൾ പിടിച്ചെടുക്കണമെന്നും സൊസൈറ്റി ഭാരവാഹികൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നുമാണ് ഉയർന്ന ആവശ്യം. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ അതോ കേവലം അച്ചടിയിൽ വന്ന പിശകാണോ എന്നതിൽ വ്യക്തത വരാനിരിക്കുന്നതേയുള്ളൂ. പക്ഷേ ഒന്നുറപ്പാണ്, രാജ്യത്തിന്റെ ഭൂപടം വികലമാക്കുന്നത് ഭാരതത്തിന്റെ പരമാധികാരത്തിന് നേരെ ഉയർത്തുന്ന കനത്ത പ്രഹരം തന്നെയാണ്.